ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും A2Z പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. ISROയിൽ 86 വേക്കൻസികളുമായി പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. തീർച്ചയായും ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്നു ISROയിലൊക്കെ ജോബ് അപ്ഡേറ്റ്സ് വരുമ്പോൾ തീർച്ചയായും അപ്ഡേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. നിങ്ങളുടെ ഫ്രണ്ട്സുകൾ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും തുടർന്നുള്ള എല്ലാ വീഡിയോകളും ലഭിക്കാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ വെച്ച് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്കിതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ISRO ആണ് ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് സെൻറ്ററിൽ ബാംഗ്ലൂരിലേക്കുള്ള വിവിധ തസ്തികകളിലായിട്ട് 86 ഒഴിവുകളുമായി വിവിധ ട്രേഡുകളിലായിട്ടാണ് അപേക്ഷ ക്ഷണിച്ചത്. ഏകദേശം 21,700 മുതൽ 44,900 വരെ സാലറി ലഭിക്കുന്ന തസ്തികകളാണ്. ലാസ്റ്റ് ഡേറ്റ് 13/9/2019 ഓൺലൈനായിട്ട് അപേക്ഷിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഏതെല്ലാം സെക്ഷനിലേക്കാണ് വിളിച്ചിരിക്കുന്നത് നോക്കാം. ഇപ്പോൾ ടെക്നീഷ്യൻസ് ബി, ഡ്രാഫ്റ്റ്മാൻ ബി, ടെക്നിക്കൽ അസിസ്റ്റന്റ് തസ്തികകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചത്. ഇതിൻ്റെ ഓരോ ട്രേഡും നോക്കുകയാണെങ്കിൽ ഫിറ്റർ ട്രേഡിലേക്ക് 20 വേക്കൻസിയും, അതുപോലെ മെക്കാനിക്ക് ട്രേഡിലേക്ക് 15 വേക്കൻസിയും, പ്ലംബർ 2, വെൽഡർ 1, അതുപോലെ മെഷീനിസ്റ്റ് ഇത്രയും വേക്കൻസികളാണ് ടെക്നീഷ്യൻസ് ഉള്ളത്. അതിൽ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ SSLC ഓർ SSC അല്ലെങ്കിൽ മെട്രിക്കുലേഷൻ പാസ്സായിരിക്കും, പ്ലസ് ITI ഓർ NTC ഓൺ NAC. പിന്നെ ഫിറ്റർ ആണോ അല്ലെങ്കിൽ ഫിറ്റർ, അതുപോലെ ഇലക്ട്രോണിക് മെക്കാനിക് ആണെങ്കിൽ അത് ഏത് ട്രേഡിലാണോ നിങ്ങൾ അപേക്ഷിക്കുന്നത് ആ ട്രേഡിൽ NCVT അംഗീകരിച്ച ഒരു ITI ഒരു അല്ലെങ്കിൽ NTC ഓർ NAC ഉണ്ടായിരിക്കുക എന്നാണ് ഇതിലേക്ക് വരുന്ന ക്വാളിഫിക്കേഷൻ ഉള്ളത്. പിന്നെ ഡ്രാഫ്റ്റ്മാൻ ബി എന്ന് പറഞ്ഞ തസ്തികയിലേക്ക് മെക്കാനിക്കൽ ഉണ്ട്, ഇലക്ട്രിക്കൽ ഉണ്ട്. 10 വേക്കൻസി മെക്കാനിക്കലും ഇലക്ട്രിക്കൽ 2 വേക്കൻസി ഉണ്ട്. അതിലേക്ക് വേണ്ടത് SSLC ഓർ SSC മെട്രിക്കുലേഷൻ പാസ് പ്ലസ് ITI ഓർ NTC ഓർ NAC ഇൻ ഡ്രാഫ്റ്റ്മാൻ മെക്കാനിക്കൽ ട്രേഡ്. NCVT അംഗീകരിച്ച ഒരു ട്രേഡിലുള്ള ITI അതുപോലെ NTC ഓർ NAC ഉണ്ടായിരിക്കേണ്ടത്. അപ്പം നിങ്ങൾ ഒരുപാട് ഫ്രണ്ട്സുകൾ ഉണ്ടാവും ഇത്തരത്തിലുള്ള ക്വാളിഫിക്കേഷനൊക്കെ വെച്ചിട്ടുള്ള ആളുകൾ ഉണ്ടാവും. അവർക്ക് മാക്സിമം ഷെയർ ചെയ്യാം. പിന്നെ വരുന്നത് ടെക്നിക്കൽ അസിസ്റ്റൻ്റ് ആണ്. മെക്കാനിക്കൽ 20 അസിസ്റ്റൻ്റ്, അതുപോലെ ഇലക്ട്രോണിക്കൽ 12, സിവിൽ 3 വന്നിരിക്കുന്നത്. അതിലേക്ക് വരുന്ന ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ക്ലാസ് ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഫ്രം റെക്കഗ്നൈസ്ഡ് സ്റ്റേറ്റ് ഓഫ് ബോർഡ്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ, അല്ലെങ്കിൽ ഇലക്ട്രോണിക്കൽ അല്ലെങ്കിൽ സിവിലിൽ ഡിപ്ലോമ ഉള്ള ആളുകൾക്ക് ഇത് അപേക്ഷിക്കാൻ കഴിയും. ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ 18-35 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം. 13/9/2019 കണക്കാക്കിയിട്ടായിരിക്കും ഏജ് കണക്കാക്കുക. OBC കാൻഡിഡേറ്റ്സിന് 38 വയസ്സും SC/ST കാൻഡിഡേറ്റ്സിന് 40 വയസ്സുമാണ് ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കുക. മറ്റുള്ള കാറ്റഗറി ഒക്കെ ഉണ്ടെങ്കിൽ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ താഴെ കൊടുക്കുന്നുണ്ട്. അത് പൂർണ്ണമായിട്ടും വായിച്ചതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ഇതിലേക്ക് സാലറി നോക്കുകയാണെങ്കിൽ ടെക്നീഷ്യൻസ് ബി തസ്തികയിലേക്ക്, അതുപോലെ ഡ്രാഫ്റ്റ്മാൻ ബി എന്ന തസ്തികയിലേക്ക് 21,700 ആയിരിക്കും സാലറി. ടെക്നിക്കൽ അസിസ്റ്റന്റ് തസ്തികയിലേക്ക് ലെവൽ 7 ആണ്, 44,900 ആയിരിക്കും അതിലേക്ക് വരുന്ന സാലറി ലഭിക്കുക. ഇത് അപ്ലൈ ചെയ്യേണ്ട 24/8/2019 മുതൽ 13/9/2019 വരെയാണ് നോട്ടിഫിക്കേഷന്റെ കാലാവധി. അപ്ലൈ ചെയ്യാനും അതുപോലെ ഡീറ്റെയിൽസ് അറിയാനും താല്പര്യമുള്ളവർ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇതിന്റെ ഡീറ്റെയിൽസും അതുപോലെ അപ്ലൈ ചെയ്യാനുള്ള ലിങ്കൊക്കെ ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്ന ജോബ് അപ്ഡേറ്റ്സുകളും താഴെ കൊടുക്കുന്നുണ്ട്. അതും നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഇതിലേക്ക് ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ടായിരിക്കും. ആപ്ലിക്കേഷൻ ഫീസ് വെറും 200 രൂപയായിരിക്കും ആപ്ലിക്കേഷൻ ഫീസ്. ഓൺലൈൻ മുഖാന്തരമാണ് ഫീ ഒക്കെ അടയ്ക്കേണ്ടത്. പിന്നെ വിമൻ കാൻഡിഡേറ്റ്സ്, ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ്, എക്സ് സർവീസ്മാൻ എന്നിവർക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഫീസ് അടയ്ക്കേണ്ടതില്ല. അപ്പോൾ അവർക്ക് നല്ല അവസരം തന്നെയാണ്. ജസ്റ്റ് അപ്ലൈ ചെയ്തെടുത്താൽ മതി. പിന്നെ എക്സാമും അതുപോലെ സ്കിൽ ടെസ്റ്റ് ഉണ്ടായിരിക്കും. അത് മുഖാന്തരമായിരിക്കും തിരഞ്ഞെടുപ്പ്. അപ്പോൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. ഇതുപോലത്തെ ഡെയിലി നിങ്ങൾക്ക് ജോബ് അപ്ഡേറ്റ്സുകൾ ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു കൊണ്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.